കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാധ്യമങ്ങൾ ഏറെ സമയവും സ്ഥലവും ചെലവഴിക്കുന്ന ഒരു വാർത്തയുണ്ട്. അത് ബാംഗ്ലൂർ ROC റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാർത്തയ്ക്കാണ്. ബാംഗ്ലൂർ ROC എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് എന്ന്. ആ കമ്പനീസിൻ്റെ റിപ്പോർട്ട് എന്ന രൂപത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ വലിയ ചർച്ചകൾ നടത്തി, ബ്രേക്കിംഗ് ന്യൂസുകൾ കൊടുത്തു. ഏഷ്യാനെറ്റാണ് ആ വാർത്ത ആദ്യം കൊടുത്തത് എന്നാണ് വിവരം. അതിനുശേഷമാണ് മറ്റ് മാധ്യമങ്ങൾ ആ വാർത്ത ഏറ്റെടുത്തത്. മലയാള മനോരമയിൽ ഒന്നാം പേജിൽ വാർത്ത വന്നു. ഒരു ദിവസമല്ല, നിരവധി ദിവസങ്ങളിൽ. മലയാള മനോരമയിൽ മാത്രമല്ല, മറ്റു മാധ്യമങ്ങളിലെല്ലാം ആ വാർത്ത വന്നിട്ടുണ്ട്. പിന്നീട് ആ വാർത്തയെ അധികരിച്ച് ഉപസ്റ്റോറികളും നിരവധി വന്നു. ഉപസ്റ്റോറികൾ മാത്രമല്ല, ഒന്നോ രണ്ടോ ദിവസം മണിക്കൂറുകളെടുത്ത് ഈ വിഷയം നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. എന്താണ് അവരുടെ ലക്ഷ്യം? പിണറായി വിജയനാണ്. ആരിലൂടെയാണ് അത് സാധിക്കേണ്ടത്? മകൾ വീണ വിജയനിലൂടെ. അതുകൊണ്ട് ബാംഗ്ലൂർ ROCയുടെ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു അവർ കൊടുത്ത വാർത്ത, എക്സാലോജിക് എന്ന വീണ വിജയന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി, ആ കമ്പനി നടത്തിയ ചില ആ ഇടപാടുകൾ ക്രമവിരുദ്ധമാണ്. അതിൽ കള്ളപ്പണം വെളുപ്പിച്ച സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കണം. ആര്? EDയോ അതല്ലെങ്കിൽ CBIയോ? ഇതാണ് റിപ്പോർട്ടിനകത്ത് പറയുന്നത്. ആ റിപ്പോർട്ടിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരും കൂടി പരാമർശിക്കുന്നുണ്ട് എന്നാണ് പിന്നീട് വന്ന ഒരു ഉപവാർത്ത. എന്ന് വെച്ചാൽ KSIDC CMRL എന്ന് പറയുന്ന കമ്പനിയിൽ ഓഹരിയുണ്ട്. ആ KSIDC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. ആ പൊതുമേഖലാ സ്ഥാപനം മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയാണ് KSIDCയെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പനി CMRL എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയിൽ ഓഹരി എടുക്കുന്നു. ആ കമ്പനി CMRL കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്നു. സ്വാഭാവികമായും CMRL കമ്പനി നൽകിയിരിക്കുന്ന പണം മുഖ്യമന്ത്രിക്കുള്ള കൈക്കൂലിയാണ്. ഇതാണ് ഈ സ്റ്റോറിയുടെ ഒരു നറേഷനും ആ സ്റ്റോറിയുടെ ഒരു പോക്കും. ഇത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങൾ ഒക്കെ നടത്തിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് ED അന്വേഷണം വരുന്നു, ഇതേക്കുറിച്ച് CBI അന്വേഷണം വരുന്നു. ഇനി രക്ഷയില്ല, പിണറായി വിജയൻ താഴെ ഇറങ്ങേണ്ടി വരും എന്നാണ് ഈ വാർത്തകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏറ്റവും വലിയ അഴിമതിക്കാരനാണ്. സ്വന്തം കുടുംബത്തിന് വേണ്ടി, മകൾക്ക് വേണ്ടി ഈ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന ആളാണ് എന്നുകൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതിന് പിറകിൽ നടന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് എവിടെ നിന്ന് കിട്ടി? ഈ റിപ്പോർട്ട് ആരുടേതാണ്? ഈ റിപ്പോർട്ട് എപ്പോഴാണ് ഈ ROC പുറത്തുവിട്ടത്? ഈ റിപ്പോർട്ട് ഈ മാധ്യമങ്ങളുടെ കയ്യിൽ പൂർണ്ണമായിട്ടും ഉണ്ടോ? ഒരു മാധ്യമവും ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഈ റിപ്പോർട്ടിന്റെ ഒന്നാം പേജോ അല്ലെങ്കിൽ റിപ്പോർട്ട് പൂർണ്ണമായും ഒരു മാധ്യമങ്ങളും ഇതുവരെയും കാണിച്ചിട്ടില്ല. എൻ്റെ ഒരു അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം, ഈ റിപ്പോർട്ടിന്റെ ചില കഷ്ണങ്ങൾ മാത്രമാണ്, ചില പേജുകൾ മാത്രമാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത്, മാധ്യമ പ്രവർത്തകർക്ക് ലഭിച്ചത്. ആ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ആ ചില പേജുകൾ വെച്ചാണ് ഈ വാർത്തകളൊക്കെ അച്ചടിച്ച് വിട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എൻ്റെ നിഗമനം, എൻ്റെ അന്വേഷണം തെറ്റാണ് എങ്കിൽ അത് അങ്ങനെയല്ല, റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഈ മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാകണം. അതാണ് ഈ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ ബോധപൂർവം താറടിക്കാൻ, കരുതേച്ച് കാണിക്കാൻ വേണ്ടി തയ്യാറാക്കിയ, ഏതോ കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കിയ ഒരു തുണ്ട് കടലാസ് മാത്രമാണ് ഈ റിപ്പോർട്ട് എന്ന് പറയേണ്ടി വരും. അത് കേരളത്തിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇത് കേരളത്തിൽ പുതിയ അനുഭവമല്ല. ഇത് ശരിയാണ് എങ്കിൽ പുതിയ അനുഭവമല്ല. നേരത്തെ സൂര്യ TVയിൽ വ്യാജരേഖ കേസ് ഉണ്ടായിരുന്നു. ആ വ്യാജരേഖ കേസ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആ സൂര്യ TVയിലെ റിപ്പോർട്ടറായി പ്രവർത്തിച്ച ആളാണ് ഞാൻ. എനിക്ക് അറിയാമായിരുന്നു ആ കേസിന്റെ അവസ്ഥ എന്തായി എന്ന്, എങ്ങോട്ടാണ് പോയത് എന്ന്. വ്യാജരേഖ കേസ് എന്ന പേരിൽ കേരളം ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് ഇത്. അതിനുശേഷം CPIMലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ എന്ന് പറഞ്ഞ് ചില കടലാസുകൾ പുറത്തു വരാറുണ്ടായിരുന്നു, ചില ഫോട്ടോസ്റ്റാറ്റുകൾ പുറത്തു വരാറുണ്ടായിരുന്നു. ആ ഫോട്ടോസ്റ്റാറ്റുകൾ തയ്യാറാക്കിയത് തിരുവനന്തപുരം പ്രസ് ക്ലബിന് താഴെയുള്ള ഒരു DTP സ്റ്റോറിൽ വെച്ചാണ് എന്ന് വെളിപ്പെടുത്തിയത് അന്ന് അതിന് നേതൃത്വം കൊടുത്ത മാധ്യമപ്രവർത്തകൻ തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലില്ല, വിദേശത്താണ് താമസം, ഇടയ്ക്ക് കേരളത്തിൽ വന്നു പോകും എന്നേ ഉള്ളൂ. അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ്, തൻ്റെ കുറിപ്പിലൂടെയാണ് ഈ രേഖകൾ മുഴുവൻ തയ്യാറാക്കിയത്. ഞാൻ ഉൾപ്പെടെ തിരുവനന്തപുരത്തെ പ്രധാന മാധ്യമ പ്രവർത്തകരാണ് അത് തയ്യാറാക്കിയത്, പ്രസ് ക്ലബിൽ തൊട്ടുപിറകിലുള്ള DTP സെന്ററിൽ വെച്ചാണ് എന്ന്. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞത്, ഇതാ ഈ രേഖകൾ മുഴുവൻ തയ്യാറാക്കുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്നാണ്.
CPIM-നെതിരെ, CPIM നേതാക്കൾക്കെതിരെ വാർത്തകൾ പടച്ചുവിടുന്ന ഒരു മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ആ സിൻഡിക്കേറ്റ് ഒരു കേന്ദ്രത്തിൽ നിന്ന് വാർത്തകൾ തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് നൽകുകയാണ്. പിറ്റേന്ന് എല്ലാ മാധ്യമങ്ങളിലും ഒരേപോലെ, ഒരേ രൂപത്തിൽ, ഒരേ വാചകത്തിൽ വാർത്തകൾ വരുന്ന അവസ്ഥയുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു കേരളത്തിൽ. അതിതാ വീണ്ടും ആവർത്തിക്കുകയാണോ എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെയല്ല എങ്കിൽ ഈ റിപ്പോർട്ടിന്റെ കോപ്പി പുറത്തുവിടാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകണം എന്നാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതിന് പിറകിൽ ചില കളികൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകുകയും ചെയ്യും. അത് എങ്ങനെയാണ്? ആരാണ് പരാതി നൽകിയത്? പരാതി നൽകിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ താപ്പോളി സ്വദേശിയായ ഒരു വിനയ് ജെ ആണ്. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ താപ്പോളിയിലെ വിനയ് ജെ എന്ന് പറയുന്ന വ്യക്തിക്ക് ബാംഗ്ലൂരിലെ എക്സാലോജിക് എന്ന കമ്പനി പൂട്ടിക്കിടക്കുകയാണ് എന്നറിഞ്ഞ് അതിനെതിരെ ബാംഗ്ലൂർ ROCക്ക് പരാതി കൊടുക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു കമ്പനി പൂട്ടുന്നത് എന്നാണോ? ആയിരക്കണക്കിന് കമ്പനികൾ ഓരോ വർഷവും പൂട്ടുന്നുണ്ട്. പക്ഷേ എക്സാലോജിക് എന്ന കമ്പനി പൂട്ടിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രവർത്തനം നിർത്തിയതുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ താപ്പോളി സ്വദേശി വിനയ് ജെ എങ്ങനെ അറിഞ്ഞു? അദ്ദേഹത്തിന് അതിന് പിറകിലെ താല്പര്യം എന്താണ്? അതുകൂടി മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് കളി എന്ന് മനസ്സിലാകുകയുള്ളൂ. അവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് വരാം. അങ്ങനെ വന്നാൽ എപ്പോഴാണ് എക്സാലോജിക്കിന് ബാംഗ്ലൂർ ROC ആദ്യമായിട്ട് ഒരു കത്തയക്കുന്നത്? 2020 മെയ് 22. അത് കോവിഡ് കാലത്ത്. 2020 മെയ് 22 ഇത്തരമൊരു കത്ത് ROCക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഒരു മറുപടി വേണം, വിശദീകരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 1 ലക്ഷം രൂപ വീതം കമ്പനിക്ക് നഷ്ടപരിഹാരം വിധിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ ROC റിപ്പോർട്ടില്ല. പിന്നെ എപ്പോഴാണ് ROC റിപ്പോർട്ട് വരുന്നത്? ഈ ROC റിപ്പോർട്ട് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇറങ്ങിയ റിപ്പോർട്ടാണ് എന്നും. അങ്ങനെയല്ലെങ്കിൽ മാധ്യമങ്ങൾ ആ റിപ്പോർട്ട് തയ്യാറാക്കിയതിൻ്റെ പുറത്തു വന്നതിൻ്റെ തീയതി വ്യക്തമാക്കണം. ആ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പുറത്തുവിടണം. എങ്കിൽ നമുക്കറിയാം എപ്പോഴാണ് തയ്യാറാക്കിയത് എന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ വലിയ ചർച്ചയാക്കി മാറ്റാൻ, പിണറായി വിജയനെതിരെ വലിയ അഴിമതി ആരോപണമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ തയ്യാറാക്കി വെച്ച ഒരു പദ്ധതിയുടെ, ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ ഈ കത്തും ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും എന്ന സംശയം അതിലുണ്ട്. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തുകൊണ്ടാണ് ആ സംശയം ഉയർന്നു വരുന്നത്? ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പുറത്തുവിടാത്തത് കൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ചോദിക്കാവുന്ന ഒരു ചോദ്യം, ആ ചോദ്യം മറ്റൊന്നുമല്ല, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് ഈ വാർത്ത വന്നുകൂടി? പിന്നെ വാർത്ത എന്തുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത് എന്ന് ചോദിക്കാം. അന്ന് ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വന്നപ്പോൾ അതിന് പിറകെ മാധ്യമങ്ങളൊക്കെ പോയപ്പോൾ ഇനി ഇത് മതി, ഇതാണ് മറ്റേതിനേക്കാളും എത്രയോ നല്ലത് എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി കാത്തിരുന്ന, അതിനുവേണ്ടി എല്ലാ കരുക്കളും നീക്കിയ കോൺഗ്രസിനെയും BJPയെയും ഒക്കെ നാം കണ്ടതാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ വന്ന് തെലങ്ങും വിലങ്ങും ഓടിയത് നാം കണ്ടതാണ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നു. പിന്നീടും സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ചില വെളിപ്പെടുത്തുകൾ എന്ന രൂപത്തിൽ സ്വപ്ന സുരേഷിനെ മുന്നിൽ നിർത്തി കളിച്ച കളിയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതും മേശാതെ വന്നപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, എന്തെങ്കിലും ഒന്ന് വേണ്ടേ എന്ന് പറഞ്ഞിട്ടാണോ ഈ പഴയ റിപ്പോർട്ട് പൊടിതട്ടി എടുത്തത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യം ശരിയല്ല എങ്കിൽ, അത് തെറ്റാണ് എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ ചെയ്യണം. ആ റിപ്പോർട്ടിന്റെ കോപ്പി, നിങ്ങൾ വാർത്ത നൽകിയ ഏത് റിപ്പോർട്ടിനെ അധികരിച്ചാണോ നിങ്ങൾ വാർത്ത നൽകിയത് അതിന്റെ കോപ്പി പ്രസിദ്ധീകരിക്കണം, പുറത്തുവിടണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലെങ്കിലും അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകണം. കാരണം ROCയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ അത് കിട്ടാനില്ല എന്നതുകൊണ്ടാണ്. എവിടെ പോയി എന്നറിയണം, എവിടെ നിന്ന് വന്നു എന്നറിയണം, ആരാണ് ഇതിന് പിറകിലെന്നറിയണം, എന്താണ് ഈ റിപ്പോർട്ടിനകത്ത് പൂർണ്ണമായും പറഞ്ഞത് എന്നറിയണം. ഏതാനും പേപ്പർ വെച്ച് വാർത്ത കൊടുത്തതാണ് എങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തോട് ഈ മാധ്യമങ്ങൾ മാപ്പ് പറയേണ്ടി വരും. കാരണം അത്രമാത്രം നെറികേടാണ് ചെയ്തത് എന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ല, ഞങ്ങൾ സത്യസന്ധമായി കൃത്യമായാണ് വാർത്ത നൽകിയത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ, അതിന് പൂർണ്ണ രൂപം പുറത്തുവിടാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകണം. അത് തയ്യാറാകും എന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാനും.